തെരഞ്ഞെടുപ്പ് പോർവിളികൾക്കിടയിൽ ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഇന്നലെ പുറത്തു വന്നിരുന്നു. CHന്റെ മകൻ മുൻ മന്ത്രി MK മുനീറിൻ്റെ വീട് ജപ്തി ഭീഷണിയിലാണ് എന്നതായിരുന്നു ആ വാർത്ത. ആരായിരുന്നു CH? കേരളം ഭരിച്ച മുൻ മുഖ്യമന്ത്രി. ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ ഇന്നും ചോദ്യം ചെയ്യപ്പെടാത്ത നേതാവായിരുന്നു CH. അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്നിട്ടും മകൻ പലവട്ടം മന്ത്രിയായിരുന്നിട്ടും ഇന്ത്യ വിഷൻ പോലെ ഒരു ചാനലിൻ്റെ മാനേജിംഗ് ഡയറക്ടറായിരുന്നിട്ടും ദീർഘകാലം MLA ആയിരുന്നിട്ടും സർവോപരി ഒരു ഡോക്ടറായിരുന്നിട്ടും അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി വെളിപ്പെടുത്തുന്നതാണ് ജപ്തി ഭീഷണി. ജപ്തി ഭീഷണി സാധാരണ മനുഷ്യർ, കർഷകർ നേരിടുന്നത് ഒരു സാധാരണ സംഭവമാണ്. പക്ഷേ ഇന്ത്യയിൽ രാഷ്ട്രീയ നേതാക്കൾ, അതും ഒരു മുൻ മന്ത്രി ജപ്തി ഭീഷണി നേരിടുക എന്ന് പറഞ്ഞാൽ അതൊരു ചെറിയ വാർത്തയല്ല. ആലോചിച്ചു നോക്കൂ, CH മുഹമ്മദ് കോയ മുഖ്യമന്ത്രി ആയിരുന്ന ശേഷം അദ്ദേഹം നിയമസഭയിലെ അവസാന സമ്മേളനം കഴിഞ്ഞ് യാത്ര പറഞ്ഞ ഒരു സന്ദർഭമുണ്ട്. ബേബി ജോൺ, അടുത്ത സുഹൃത്തായിരുന്ന മുൻ മന്ത്രി ബേബി ജോണിനോട് യാത്ര പറഞ്ഞ് ആത്മസുഹൃത്തായ CH സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് പോയി. കുറേ സമയം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ സ്വന്തം വാഹനത്തിൽ പുറത്തേക്കിറങ്ങിയ ബേബി ജോൺ കാണുന്നത് ബസ് സ്റ്റോപ്പിനടുത്ത് ഒറ്റയ്ക്ക് നിൽക്കുന്ന CHനെയാണ്. വണ്ടി നിർത്തി CHൻ്റെ അടുത്ത് എന്ന് എന്താണ് എന്ന് അന്വേഷിച്ചപ്പോൾ CH ആദ്യം ഒന്ന് പരിങ്ങി. പിന്നീട് പറഞ്ഞു, മലപ്പുറത്തേക്ക് പോകാൻ വണ്ടിക്കൂലിയില്ല. അന്ന് ബേബി ജോൺ നൽകിയ 500 രൂപ, അതും കൊണ്ടാണ് നിയമസഭയിലെ അവസാന സമ്മേളനം കഴിഞ്ഞ് CH നാട്ടിലേക്ക് പോയത്. ആലോചിച്ച് നോക്കൂ, എല്ലാ അർത്ഥത്തിലും CHൻ്റെ മകനാണ് MK മുനീർ, ഡോക്ടർ MK മുനീർ എന്ന് തെളിയിച്ചിരിക്കുകയാണ് ഇപ്പോഴത്തെ അദ്ദേഹം നേരിടുന്ന ജപ്തി ഭീഷണി. മറ്റൊരു കാര്യം, നമ്മുടെ മാധ്യമ ലോകം ഇത്രയും നന്ദികേട് മറ്റൊരു നേതാവിനോടും കാണിച്ചിട്ടില്ല. കാരണം കേരളത്തിലെ മാധ്യമ ലോകത്ത് ഒരു വാർത്താ വിസ്ഫോടനം തന്നെ സൃഷ്ടിച്ച ചാനലായിരുന്നു ഇന്ത്യ വിഷൻ. MD വാസുദേവൻ നായരും MK മുനീറും ചേർന്ന് ആരംഭിച്ച പ്രശസ്തരായ പത്രപ്രവർത്തകരുടെ വലിയൊരു നിരയുണ്ടായിരുന്ന ഇന്ത്യ വിഷൻ പുതിയൊരു വാർത്താ സംസ്കാരം തന്നെ കേരളത്തിന് നൽകി. MV രാഘവൻ്റെ മകൻ MV നികേഷ് കുമാർ അടക്കമുള്ളവരായിരുന്നു അതിൻ്റെ സാരഥികൾ. ഇന്ത്യ വിഷൻ കാണിച്ചു തന്ന വഴികളിലൂടെയാണ് ഇന്ന് മലയാളത്തിലെ എല്ലാ ചാനലുകളും മുന്നോട്ട് പോകുന്നത്. വാർത്താധിഷ്ഠിതമായ വാർത്തകൾ മാത്രം പറയുന്ന ഒരു മുഴുവൻ സമയ ചാനൽ എന്ന സങ്കല്പം നടപ്പിലാക്കാനായി മുനീർ സഹിച്ച ത്യാഗം ഒരുപക്ഷെ സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രം നടത്താൻ വേണ്ടി സഹിച്ച ത്യാഗത്തിന് തുല്യമാണ്. സ്വദേശാഭിമാനിയെ താങ്ങി നിർത്താൻ അന്ന് വക്കം മൗലവി ഉണ്ടായിരുന്നു. വക്കം മൗലവിയുടെ അതേ റോളിലാണ് ഈ തിമിംഗലത്തെ പോലെ വാ തുറന്നിരിക്കുന്ന മാധ്യമ സുഹൃത്തുക്കൾക്ക് അന്നവും ഭക്ഷണവും ശമ്പളവും വാരിക്കോരി നൽകി ഇന്ത്യ വിഷൻ നിലനിർത്തിയത്. ഒരു പുതിയ വാർത്താ സംസ്കാരത്തിന് വേണ്ടി തൻ്റെ രാഷ്ട്രീയ ജീവിതത്തിൽ പോലും വലിയ എതിർപ്പുകൾ സ്വയം ഭരിച്ചു വെച്ച മുനീർ. അപ്പോൾ അദ്ദേഹത്തോട് നമ്മുടെ മാധ്യമ ലോകം കാണിച്ചത് പൂർണ്ണമായും നന്ദികേടാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളക്കാരനായിരുന്ന MV നികേഷ് കുമാർ ആകട്ടെ സ്വന്തം ചാനൽ തുടങ്ങി, റിപ്പോർട്ടർ ചാനൽ. അത് കഴിഞ്ഞ് കോടിക്കണക്കിന് രൂപയ്ക്ക് ആ ചാനൽ വിറ്റു. ഇപ്പോൾ അദ്ദേഹം നമ്മുടെ ഇടതുപക്ഷ സർക്കാരിൻ്റെ, പിണറായി സർക്കാരിൻ്റെ മാധ്യമ പ്രചരണ വിഭാഗത്തിൻ്റെ മേധാവിയാണ്. അപ്പോൾ ജീവനക്കാരൻ ഇന്ന് കോടീശ്വരനായി മാധ്യമ രംഗത്ത് തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയ രംഗത്ത് വിലസുമ്പോൾ
അദ്ദേഹത്തിന് ശമ്പളം നൽകിയിരുന്ന അന്നദാതാവായിരുന്ന MK മുനീറിൻ്റെ സ്ഥിതി ഇന്നിതാണ്. തെരഞ്ഞെടുപ്പ് കാലത്ത് നമ്മുടെ മുഖ്യമന്ത്രി അടക്കം പ്രതിപക്ഷ നേതാവ് അടക്കം തങ്ങളുടെ സ്വത്ത് വിവരങ്ങൾ വെളിപ്പെടുത്തുമ്പോൾ എല്ലാവർക്കും കോടിക്ക് മുകളിലാണ് സ്വത്ത്. ആ വിവരങ്ങൾ പുറത്തു വരുന്ന സാഹചര്യത്തിലാണ് ഇക്കുറി മത്സര രംഗത്ത് പോലും വരാൻ കഴിയാതെ അനാരോഗ്യം മൂലം മാറി നിൽക്കുന്ന MK മുനീറിൻ്റെ വീട് ജപ്തി ഭീഷണി നേരിടുന്നത്.